എല്ലാവർക്കും നമസ്കാരം. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കു വേണ്ടിയും മൈ റേഡിയോ 90 FM അവതരിപ്പിക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലിസ മരിയ. ഞാൻ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. എന്നോടൊപ്പം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ തന്നെ സ്കൂളിലെ നീലാഞ്ജന എന്ന എൻ്റെ സ്വന്തം സ്റ്റുഡൻ്റാണ്. നീലാഞ്ജന, എന്താണ് ചോദിക്കാനുള്ളത്? ഇത് ടീച്ചർക്ക് എന്തുമ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് എക്സാം തന്നെ ഇംഗ്ലീഷാണ്. അപ്പോൾ ആ ഇംഗ്ലീഷിൽ ഞങ്ങൾക്ക് കുറേ അധികം ഡൗട്ട്സ് ഉണ്ട്. പിന്നെ എല്ലാവരും ഒരുമിച്ച് പറയുന്ന ഡൗട്ടാണ്, ടൈം കിട്ടിയില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ടൈം മാനേജ് ചെയ്ത് ഈ എക്സാം ഫേസ് ചെയ്യാം? അതായത് ഹയർ സെക്കൻഡറി എക്സാമിനെ സംബന്ധിച്ചിടത്തോളം 80 മാർക്കിലാണ് പരീക്ഷ വരുന്നത്. അത് 2.25 മണിക്കൂറാണ് എൻ്റെ ടൈം. അതിൽ 1/4 മണിക്കൂർ, അതായത് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ആ സമയത്താണ് എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ച് അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് നടത്തി നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ആണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എക്സാം. അതിൽ ഈ 80 മാർക്ക് എന്ന് പറയുന്നത് പല സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 1 വേർഡാണ്. അതിലൊന്നുകിൽ ഒരു സിംഗിൾ സെൻറ്റൻസിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ വേർഡിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അങ്ങനെ 8 എണ്ണം വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ പാറ്റേൺ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 4, 6, 8 അങ്ങനെ 5 സെഗ്മെൻ്റ് ആയിട്ടാണ് നമുക്ക് എക്സാം വരിക. അപ്പോൾ ആദ്യത്തെ 8 എണ്ണത്തിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തേത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. പൊതുവേ കുട്ടികൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് വേണ്ടി ഒരു പേജൊക്കെ എഴുതി ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു 1-2 സെൻറ്റൻസ് അത്ര എഴുതുന്നുണ്ട്. മാക്സിമം 3 സെൻറ്റൻസസ്. അതിന് വിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടില്ല. പിന്നെ അടുത്ത സെഗ്മെൻറ്റ് വരുന്നത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് ചിലപ്പോൾ പ്രൊഫൈൽ വരാം, ഡിബേറ്റ് വരാം, എഡിറ്റിംഗ് വരാം. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയമുണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്താണ്. സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും ഏകദേശം പാറ്റേണൊക്കെ സെയിം തന്നെ. അതിൽ ഒരെണ്ണം മാത്രമാണ് നമുക്ക് സംശയമുള്ളത്. പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരു പക്ഷേ നമുക്ക് വരാൻ സാധ്യതയില്ല. പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അതിനകത്ത് ഒരു ഇമെയിൽ വരാം, പിന്നെ ലെറ്റർ ടു ദി എഡിറ്റർ വരാം. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. പിന്നെ വരുന്നതാണ് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. 8 മാർക്കിൻ്റെ 3 എണ്ണം തരും. അതിൽ 2 എണ്ണമാണ് നിങ്ങൾക്ക് എഴുതാണ്ടാവുക. അതിൽ ഒന്ന് സാധാരണ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമെ എന്ന് പറയുന്നത്. അതിൽ 8 മാർക്കിൽ 4 മാർക്ക് നമ്മൾ ജോബ് ആപ്ലിക്കേഷൻ ഒരു ഫോമൽ ലെറ്ററിൻ്റെ ഫോമിൽ എഴുതും. പിന്നെ റെസ്യൂമെ നമ്മൾ CV അതുമായിട്ട് നമ്മൾ എഴുതും. അങ്ങനെ ഒരു ഭാഗം മാത്രമേ നീലാഞ്ജനയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മാർക്കേ കിട്ടുള്ളൂ. 2 എഴുതുകയാണെങ്കിൽ നമുക്ക് 8 മാർക്ക് ഫുൾ സ്കോർ കിട്ടാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ ജോബ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിൽ വരുന്നത് സ്പീച്ചാണ്. സ്പീച്ചിൻ്റെ ഫോമാറ്റ് അറിയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ നിലയ്ക്ക് ഞാൻ പറയാം. സ്പീച്ചിന് നമ്മൾ ഒരു ഗുഡ് സാല്യൂട്ടേഷനോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതായത് നമ്മൾ ആരാണോ നമ്മുടെ ഓഡിയൻസ് അതിനനുസരിച്ച് നമ്മൾ മോഡിഫൈ ചെയ്യണം. ഇപ്പോൾ പ്രിൻസിപ്പളാണ് അവിടുത്തെ ഏറ്റവും വലിയ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറാർക്കി അനുസരിച്ച് അവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ആദ്യം അഡ്രസ്സ് ചെയ്യും. പിന്നെ സ്റ്റുഡൻസിനെ ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അഡ്രസ്സ് ചെയ്യും. പിന്നെ ആദ്യത്തെ പാരഗ്രാഫിൽ ആ ഒരു ഇഷ്യൂ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. രണ്ടാമത്തേതാണ് കോണ്ടൻറ്റ് പാർട്ട്. മൂന്നാമത്തേത് നിങ്ങളുടെ സ്വന്തം ഒപ്പീനിയൻ, യുവർ ഓൺ ഒപ്പീനിയൻ അബൌട്ട് ദ ടോപ്പിക്. ഫൈനലി നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇതാണൊരു സ്പീച്ചിൻ്റെ ഫോമാറ്റ്. ഇതാണ് 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനായിട്ട് വരിക. പിന്നെ വരാൻ സാധ്യതയുള്ളത് ഒരു എപ്രീഷിയേഷനാണ്, പോയറ്റിക് എപ്രീഷിയേഷൻ. അതായത് ഒരു ഫോറിൻ പോയം, അത് നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള പോയം വിൽ ബി ഗിവൻ ആൻഡ് വാട്ട് യു ഹാവ് ടു ഡു ഈസ് ജസ്റ്റ് എപ്രീഷിയേറ്റ് ദ പോയം. ആ എപ്രീഷിയേഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ സെഗ്മെൻറ്റിൽ നമ്മൾ പോയറ്റിനെ കുറിച്ചിട്ടും അതിൻ്റെ ചെറിയതായിട്ട് നമ്മൾ പറയും, ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയുന്നു. പിന്നെ നമുക്ക് അൺഫെമിലിയർ ആയിട്ട് തന്നിട്ടുള്ള പോയം നന്നായിട്ട് വായിച്ചിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു സമ്മറി പോലെയോ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഏത് പോയമായിട്ടാണോ നമ്മൾ പഠിച്ച ഏതെങ്കിലും പോയമായിട്ടായിരിക്കും കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവുക. ആ പോയം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫ് ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ എഴുതി, രണ്ടാമത്തത് ഈ അൺഫെമിലിയർ ആയിട്ടുള്ള പോയത്തെക്കുറിച്ച് എഴുതി, മൂന്നാമത്തത് നമ്മൾ പഠിച്ച പോയത്തെക്കുറിച്ച് എഴുതി, നാലാമത്തെ പാരഗ്രാഫിൽ ഇത് രണ്ടിനെയും കൂടി കമ്പയർ ചെയ്തിട്ട് നമ്മൾ ചെയ്യും. അവസാനം ഒരു കൺക്ലൂഷൻ. ഇതാണ് അവസാനത്തെ ആ ഒരു പാറ്റേൺ. ശരിക്കും പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എൻ്റെ ഒരു അഭിപ്രായം, ആദ്യത്തെ 8 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആവും. അത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ വലിയ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് അതൊക്കെ ഈ പ്ലാനിംഗ് ഒക്കെ നടത്തേണ്ടത് കൂൾ ഓഫ് ടൈമിൻ്റെ സമയത്തായിരിക്കും. അതാണ് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പൊതുവേ പറയാനുള്ളത്. അപ്പോൾ 1 മാർക്കിൻ്റെ 8 എണ്ണം, 2 മാർക്കിൻ്റെ 3 എണ്ണം, 4 മാർക്കിൻ്റെ 5 എണ്ണം, 6 മാർക്കിൻ്റെ 5 എണ്ണം, 8 മാർക്കിൻ്റെ 2 എണ്ണം. അപ്പം അങ്ങനെയാണ് 80 മാർക്സ് നമുക്ക് കിട്ടണത്. ടീച്ചറെ, ഞാൻ ഏകദേശമൊക്കെ എല്ലാം ഒന്ന് നോക്കിയിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ചധികം യൂണിറ്റുകൾ ഉണ്ടല്ലോ, 5 യൂണിറ്റോളം ഉണ്ട്. അപ്പോൾ ഒരു യൂണിറ്റിന് എത്ര മാർക്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? വെയിറ്റേജ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെ. നമുക്ക് 5 യൂണിറ്റ്സ് ആണ് ഇംഗ്ലീഷിൽ ഹയർ സെക്കൻഡറി +2 അതിൽ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് വിമൻ എംപവർമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 4 ലെസൺസ് ആണ്. ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. ഫസ്റ്റ് യൂണിറ്റ് ആയതുകൊണ്ടും പിന്നെ വളരെ കണ്ടംപററി റെലവൻസ് ഉള്ളതുകൊണ്ടും വിമൻ എംപവർമെൻറ്റിനെ കുറിച്ച് വളരെ കാര്യമായിട്ട് ഒരു സ്പീച്ചായിട്ടും ഒരു പോയമായിട്ടും ഒരു ഷോർട്ട് സ്റ്റോറി ആയിട്ടും ഒരു അനക്ഡോട്ടായിട്ടും അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനൊരു എസ്സേ ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്. ക്രിസ്റ്റീൻ ലഗാർഡിൻ്റെ സ്പീച്ചാണ് മിക്കവാറും അത് ക്വസ്റ്റ്യനായിട്ട് വരാറ്. ആ യൂണിറ്റിൽ 24 മാർക്കാണ്. കരിക്കുലം കമ്മിറ്റി അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തേക്കണത്. ചിലപ്പോൾ ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവും, എന്നാലൊരു 24 സ്കോറാണ് ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ യൂണിറ്റിൽ ഒരു ഏകദേശം ഒരു 18 മാർക്ക്, മൂന്നാമത്തെ യൂണിറ്റിൽ 22. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റായിട്ട് ഇവർ പറയണത് 4ാമത്തെ യൂണിറ്റാണ്. വങ്കാറി മാതായ് അവരുടെ നൊബേൽ പ്രൈസ് അക്സെപ്റ്റൻസ് സ്പീച്ച് വരുന്ന ആ യൂണിറ്റ്, ഡ്രഗ് അബ്യൂസ് വരുന്ന ആ യൂണിറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവർ പറയുന്നത്. അതിൽ 30 മാർക്ക് 30 സ്കോറ് അതിൽ നിന്ന് കിട്ടും എന്നാണ് കരിക്കുലം കമ്മിറ്റിയുടെ ഒരു ഡിസൈൻ അനുസരിച്ച് വരാറ്. ഒരു 26-27 മാർക്ക് വരെയും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണ വരാറുണ്ട്. ഈ 4 യൂണിറ്റ്സും ഭയങ്കര ഇമ്പോർട്ടൻറ്റും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആയ സ്ഥിതിക്ക് ഒരു അവസാനത്തെ ഒരു യൂണിറ്റിൻ്റെ ദ ലൈറ്റർ സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ്, ആ യൂണിറ്റ് വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള ലൈഫിൽ ഹ്യൂമർ എന്നുള്ള ആ ഒരു പാർട്ട് ഏറ്റവും അധികം ആസ്വദിക്കാവുന്നതാണ് ലൈഫിൽ എന്ന് കാണിക്കുന്ന രീതിയിൽ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു 1 ആക്ട് പ്ലേ ഉണ്ട്, ഒരു ചെറിയ പോയം ഉണ്ട്. ഓഗ്ഡൻ നാഷ് എന്ന് പറയുന്ന ഒരാളുടെ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ഹ്യൂമറസ് ആയിട്ടുള്ളൊരു പോയം, ഡെൻറ്റിസ്റ്റിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു പോയം. പിന്നെ ഒരു ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും കൂടി റെലവൻറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്നുള്ള ഷോർട്ട് സ്റ്റോറിയിലൂടെ ഇന്ത്യക്കാരനായിട്ടുള്ള നാരായണൻ സാറ് പറഞ്ഞു തരുന്നത്. ഇത്രയാണ് യൂണിറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. 5 യൂണിറ്റ്, ഓരോ യൂണിറ്റും കൃത്യമായിട്ടുള്ളൊരു വെയിറ്റേജ് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ എക്സാമിന് വരാറ്. നമ്മുടെ ഈ എക്സാം 80 എഴുതണമെങ്കിലും അതിൻ്റെ ടോട്ടൽ മാർക്ക് വേറെ. അപ്പോൾ എങ്ങനെയാണ് അത് പാസ് മാർക്ക് എത്രയാണ്, പിന്നെ സിയും എല്ലാം കൂട്ടി എത്രയാണ് ടോട്ടൽ മാർക്ക് വരിക? അതായത് ഹ്യൂമാനിറ്റി സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്, ആർട്സ് സബ്ജക്റ്റാണ്. അപ്പോൾ അതിൽ നമുക്ക് പ്രാക്ടിക്കൽസ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രാക്ടിക്കൽസ് ഇല്ലാത്ത എല്ലാ സബ്ജക്റ്റിനും, എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ടാവും, എന്നാലും മെജോറിറ്റി സബ്ജക്ട്സിനും 24 മാർക്സാണ് വേണ്ടത് ഔട്ട് ഓഫ് 80 പാസ് മാർക്ക്. ഈ 80 മാർക്സ് എന്ന് പറയുന്നത് റിട്ടൺ എക്സാമാണ്. ബാക്കിയുള്ള 20 മാർക്സ് CE ആണ്. അത് നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റ്, സെമിനാർ അല്ലെങ്കിൽ നിങ്ങളുടെ അസൈൻമെൻറ്റ് അതൊക്കെ സബ്മിറ്റ് ചെയ്യുന്നതനുസരിച്ച് കണ്ടിന്യൂസ് ഇവാലുവേഷനിലൂടെ നിങ്ങൾക്ക് തരുന്ന മാർക്കാണ് 20. നമ്മുടെ യൂണിറ്റ് 4-ലുള്ളൊരു പാടാണ് ഡ്രഗ് അബ്യൂസ്. അപ്പോൾ അതിന്ന് കുറച്ച് ജനറൽ ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. അതായത് ടൈപ്സ് ഓഫ് ഡിസീസസ് ഡ്യൂ ടു ഡ്രഗ് അബ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സത്യത്തിൽ ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞ ലെസൺ നിന്ന് മെയിനായിട്ട് വരാറ് സ്പീച്ചാണ്. സ്പീച്ചും വരും, പിന്നെ ഒരു എസ്സേ, ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ അവെയർ ആക്കുന്ന രീതിയിൽ ഇന്നത്തെ വളരെ റീസെൻ്റായിട്ട് പ്രസൻറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ കുട്ടികൾ, ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഈ ഒരു ഡ്രഗ് അബ്യൂസ്. അപ്പോൾ അതിനെക്കുറിച്ച് ഭയങ്കര കാര്യമായിട്ട് ഇപ്പോൾ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചിലപ്പോൾ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്തിട്ട് അതിൻ്റെ സെമിനാർ റിപ്പോർട്ടായിട്ട് ചോദിക്കാം. സെമിനാർ റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മളെപ്പോഴും കഴിഞ്ഞു പോയൊരു ഇവൻ്റാണ്. ആ ഇവൻ്റ് ആയതുകൊണ്ട് സെമിനാർ റിപ്പോർട്ട് ആയിക്കോട്ടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടായി രണ്ടും വരാറുണ്ട്. എങ്ങനെയാണ് ഒരു ഡിസ്കോഴ്സാണത്. 2 റിപ്പോർട്ടാണെങ്കിലും നമ്മൾ കഴിഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. അതെപ്പോഴും മനസ്സിലാക്കുക. പല കുട്ടികളും അത് തെറ്റിയിട്ട് ഒരു ലൈവ് റിപ്പോർട്ട് പോലെ, ലൈവ് റിപ്പോർട്ട് അറിയാലോ നീലാഞ്ജലിക്ക് എന്താണ്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഇവൻറ്റിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന അത് പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുമ്പോൾ ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ടും സെമിനാർ റിപ്പോർട്ടും എപ്പോഴും പാസ്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ ആ ഇതിന്ന് വരാൻ സാധ്യതയുള്ളത് ഒരു ലെറ്റർ ഓഫ് കംപ്ലയിൻ്റ് ആണ്. ഡ്രഗ് പെഡ്ലിംഗ് നടക്കുന്നുണ്ട്, നമുക്ക് റിപ്പോർട്ട് കിട്ടി. അപ്പോൾ
As a leader, you can draft a letter of complaint to the SHO, സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് നമുക്കൊരു ലെറ്റർ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് DGPക്ക് എഴുതാം, ആർക്കെങ്കിലും ഒരു ഹയർ അതോറിറ്റിക്ക് നമുക്ക് ലെറ്റർ എഴുതാം. അതൊരു ഫോമൽ ലെറ്റർ ആയിരിക്കും. നമ്മൾ എഡിറ്ററിന് എഴുതുന്ന ലെറ്ററിൻ്റെ അതേ ഫോമാറ്റിൽ തന്നെ ലെറ്റർ ടു ദി എഡിറ്റർ എന്നൊരു ക്വസ്റ്റ്യൻ നമുക്കുണ്ട്. അതിന് 6 സ്കോർ ക്യാരി ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഒരു ഫോമൽ ലെറ്റർ, അതിൻ്റെ ഒരു ഫോമാറ്റ് അറിയുമെന്ന് വിചാരിക്കണം. വളരെ ചെറുപ്പം തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഫോമൽ ലെറ്ററിൻ്റെ ഫോമാറ്റൊക്കെ. അപ്പോൾ ആ ഒരു ഫോമാറ്റിൽ ഒരു ലെറ്റർ ചോദിക്കാറുണ്ട്. പിന്നെ ഒരു ഇമെയിലിനൊരു സ്കോപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഇമെയിലിനൊരു സ്കോപ്പ് ഉണ്ട്. പിന്നെ ഒരു ഡിബേറ്റ്, നമുക്ക് ഇപ്പോൾ കുട്ടികളെ എങ്ങനെ അതിൽ നിന്ന് മാറ്റാം എന്നതിനെ കുറിച്ചിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് തരികയാണെങ്കിൽ ഡിബേറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്കുണ്ട്. ഒരു 4 സ്കോർ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ അതിന് സപ്പോർട്ടീവായിട്ടുള്ള 4 ആർഗ്യുമെൻറ്റ്സോ അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യുന്ന 4 ആർഗ്യുമെൻറ്റ്സോ, ഫോർ ഓർ എഗെയിൻസ്റ്റ്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പം അങ്ങനൊരു ക്വസ്റ്റ്യനും ആ യൂണിറ്റിൽ ഈ ഡ്രഗ് അബ്യൂസ് എന്ന പാഠത്തുനിന്ന് ഒരു ചാൻസ് ഉണ്ട്. അപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ യൂണിറ്റിനെ ബേസ് ചെയ്തിട്ട് വരാം. ഈ പറഞ്ഞ എല്ലാ ഡിസ്കോഴ്സസും ഒരു ഇൻ്റർവ്യൂവിനുള്ള സ്കോപ്പ് അവിടെയുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റാണ് ഈ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ലിവ് ആൻഡ് ലെറ്റ് ലിവ്, എസ്പെഷ്യലി ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞ ഈ ഒരു ലെസൺ. ഇനി എൻ്റെ അടുത്ത ഡൗട്ട് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഒരു A+ കിട്ടുന്ന ഒരു കുട്ടിക്ക് ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് A+ പോകാൻ പറയുന്ന ഒരു പോർഷനാണ് ഗ്രാമർ. അപ്പോൾ ആ ഗ്രാമറിൽ എന്തൊക്കെ ടിപ്സാണ് ശ്രദ്ധിക്കേണ്ട, എന്തൊക്കെ ഇതാണ് ടീച്ചർ പറഞ്ഞു തരിക? നമുക്ക് സത്യത്തിൽ ഗ്രാമർ എന്ന് പറഞ്ഞൊരു പോർഷനിൽ 4 മാർക്കിനെ നമുക്ക് വരാറുള്ളൂ ആകെ. മറ്റൊക്കെ വൊക്കാബുലറി വേർഡ് എക്സസൈസസ് ആണ്. നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് വിട്ടുപോയ സംഭവങ്ങൾ അങ്ങനെയൊക്കെ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടൊക്കെ വരും. പക്ഷേ ഗ്രാമർ എന്നുള്ള ഐറ്റത്തിൽ നമുക്ക് ആകെ വരിക റിപ്പോർട്ടഡ് സ്പീച്ചാണ്. ആ റിപ്പോർട്ടഡ് സ്പീച്ച് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് ടെൻസിനെ കുറിച്ച് ധാരണ ഉണ്ടാവണം. ഇംഗ്ലീഷിൽ 3 ടെൻസസ് ആണ്. അപ്പോൾ അതിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു വലിയ ഏരിയയാണ്. ആ മൊത്തം നമ്മുടെ ലാംഗ്വേജിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യമാണത്. നമുക്ക് അത് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു നോളജ്, ഒരു ബേസിക് നോളജ് നമുക്ക് വേണം. ഇംഗ്ലീഷിലെ ടെൻസിനെ കുറിച്ചിട്ടും അല്ലെ പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ, അങ്ങനെ എല്ലാത്തിനെ കുറിച്ചൊരു ധാരണയുള്ള കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഒരു പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്, തന്നിട്ടുള്ള ഡയറക്റ്റ് സ്പീച്ച് എങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ അതിനെ പാസ്റ്റ് ടെൻസ് ആക്കും. പാസ്റ്റ് ടെൻസിൽ തന്നിട്ടുള്ള ഒരു ഡയറക്റ്റ് സ്പീച്ച് ആണെങ്കിൽ അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് പോകും. ഈ ഒരു ചെറിയ റൂൾ വെച്ച് പിന്നെ ചെറിയ ചെറിയ വേർഡ്സിന് ചെറിയ വേരിയേഷൻസ് വരും. അതിനൊരു ചാർട്ടൊക്കെ ഉണ്ട്. അത് നമ്മൾ ക്ലാസ്സിൽ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ അത് നോട്ടൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഓർമ്മ വരും. ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഈ ഒരു പ്ലാറ്റ്ഫോം അതിന് തികയില്ല. അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ടഡ് സ്പീച്ച് മാക്സിമം വരാനുള്ളത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിന് ചോയ്സ് ഇല്ല, അത് മിക്കവാറും എഴുതേണ്ടി വരും. A+ ആണ് ഉദ്ദേശമെങ്കിൽ ഫുൾ സ്കോർ കിട്ടണമെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അത് പഠിച്ചേ മതിയാവൂ. ടെൻസ് ഫോം എന്തൊക്കെയാണെന്നും അതിൻ്റെ കൺവേർഷൻസ് എന്തൊക്കെയാണെന്നും വേർഡ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നുള്ള നല്ല വൃത്തിയായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു പ്രശ്നമില്ലാണ്ട് റിപ്പോർട്ട്സ് വളരെ സിമ്പിളായിട്ടുള്ള ഇതൊക്കെയാണ് ചോദിക്കാറ്. അത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റർവ്യൂവിനെ കുറിച്ച് നീലാഞ്ചൊന്നും ചോദിച്ചില്ല. ഇൻ്റർവ്യൂ ആണ്. അതൊരു സെറ്റായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിച്ചു വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. 6 സ്കോറാണ് വരാറ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടും ചോദിക്കാറുണ്ട്, ചിലപ്പോൾ 3 ക്വസ്റ്റ്യൻസ് 3 റെസ്പോൺസസും അങ്ങനെയും ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നതൊരു ഇമെയിലാണ്. പിന്നെ ഡെഫിനറ്റായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ് അനൗൺസ്മെൻറ്റ്. അനൗൺസ്മെൻറ്റിനെ കുറിച്ച് അറിയാലോ, നമ്മുടെ ആമിഗോ ബ്രദേഴ്സിൽ ഉള്ള ഒരു ഡിസ്കോഴ്സാണ് അനൗൺസ്മെൻറ്റ്. പിന്നെ സ്പീച്ചാണ് അടുത്തത്. പിന്നെ വരുന്നത് ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമെ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. 8 മാർക്കിൻ്റെ ചോദ്യമാണ്. പിന്നെ വരുന്നത് ഒരു ടെക്സ്ച്വൽ പോർഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുള്ളത് ക്യാരക്ടർ സ്കെച്ചാണ്. ഒരു 4-5 ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഷോർട്ട് സ്റ്റോറികളിലോ ഡ്രാമയിലൊക്കെ വരുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരുടെ ക്യാരക്ടർ സ്കെച്ചുകൾ ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ നീലാഞ്ജനയ്ക്ക്? മാച്ച് ബോക്സിലത്തെ നോമിത, നോമിത, അജിത്ത് അവരുടെ ഹസ്ബൻഡ്, പിന്നെ മറ്റേ അവർ ഓഫ് ട്രൂത്ത് ഒരു 1 ആക്ട് പ്ലേ ഉണ്ട്. നമുക്കൊരു ഡൈഡാക്റ്റിക് ആയിട്ടുള്ളൊരു 1 ആക്ട് പ്ലേ ഉണ്ട്. അതിൽ റോബർട്ട് ബോൾവിൻ എന്ന് പറഞ്ഞ ഒരാളുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാറുണ്ട്. പിന്നെ പോസ്റ്റൽ അസിസ്റ്റന്റ്, പിന്നെ ലാസ്റ്റ് യൂണിറ്റ് ദ ലൈറ്റർ സൈഡ് എന്ന് പറയുന്ന ലാസ്റ്റ് യൂണിറ്റിലെ ഒരു പോസ്റ്റൽ അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്. അതും അവരെ കുറിച്ചിട്ടും ചോദിക്കാറുണ്ട്. ഇതാണ് ടെക്സ്ച്വലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ നമുക്ക് ചെറിയ റൈറ്റപ്സ് വരാറുണ്ട്. പിന്നെ വരാൻ സാധ്യതയുള്ളത് സെമിനാർ റിപ്പോർട്ട്, ലൈവ് TV റിപ്പോർട്ട്,
ഇതിൻ്റെയൊക്കെ സം ടോട്ടൽ എടുക്കുമ്പോൾ ഒരു 8-9 ഡെഫിനറ്റ് ആയിട്ട് വരുന്ന ഡിസ്കോഴ്സസ് ഉണ്ട്. അവസാനം വരുന്നതാണ് ഈ പോയറ്റിക് അപ്രീഷിയേഷൻ, ക്രിട്ടിക്കൽ അപ്രീഷിയേഷൻ വരും. അത് 8 മാർക്കിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ക്വസ്റ്റ്യൻ ആണ്. അതിലെനിക്കൊരു ഡൗട്ട് ഉണ്ട്. അത് ഇപ്പോൾ എനിക്ക് പേഴ്സണലി ആയിട്ടാണെങ്കിലും എനിക്ക് അതിൻ്റെ സ്റ്റെപ്സ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിഞ്ഞ് പോകാറുണ്ട്. ചിലപ്പോൾ ഞാൻ ആദ്യം കൺക്ലൂഷൻ തന്നെ ആദ്യം കൊണ്ടുപോയി എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പലപ്പോഴും തെറ്റാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഈ അപ്രിസിയേഷൻ. അത് പ്രത്യേകിച്ച് വേറെ നമ്മൾ പഠിച്ചൊരു പോയതിന് കമ്പാരിസൺ തരുമ്പോൾ ഇത്രയും കൂടെ കൺഫ്യൂഷൻ ആവുക ചെയ്യാറ്. അപ്പോൾ എങ്ങനെ ആ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാം? ആദ്യം നമുക്ക് അൺഫെമിലിയർ പോയം തരും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. നമുക്ക് ഓൾറെഡി അത് ആ ഒരു സമയം അറിയാം. അപ്പോൾ ആദ്യം തന്നെ ആ പോയം നമ്മൾ കുറച്ച് ടൈം എടുക്കണം. അതിന് ഞാൻ പറയാമെന്ന് വെച്ചാൽ എൻ്റെ ഒരു സജസ്റ്റൻ ഒരു 20 മിനിറ്റെങ്കിലും വേണം ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ. പ്ലാൻ ചെയ്യണം, അത് എഴുതി വരാൻ 15-20 മിനിറ്റ് എന്തായാലും എടുക്കും. അപ്പോൾ ആദ്യം അതിൻ്റെ ലൈൻസ് നന്നായിട്ട് വായിക്കുക. ഒരു 2-3 തവണയെങ്കിലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഉണ്ടാവും. എളുപ്പമാണ് സ്കോർ ചെയ്യാൻ. 7.5 മാർക്കോ 8 മാർക്കോ ഒരു ഫുൾ സ്കോർ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു പാറ്റേൺ ഉണ്ട്. ആദ്യത്തെ ഈ പറഞ്ഞ പോലെ ലൈൻസ് നമ്മൾ നന്നായിട്ട് വായിച്ചിട്ട് ഒരു തീം നമ്മുടെ മനസ്സിലേക്ക് ക്ലിക്ക് ചെയ്യും. ആ തീമാണ് ആദ്യം നമ്മൾ എഴുതും. ആദ്യം പോയറ്റിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഐഡിയ, ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള പോയറ്റ് ആയിരിക്കും. എന്തെങ്കിലും എപ്പോഴും ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമുക്ക് തരുന്ന അൺഫെമിലിയർ പോയം ആണെങ്കിലും അതിൻ്റെ തീമാറ്റിക്കലി സ്പീക്കിംഗ് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു 5 പോയം നമ്മൾ പഠിക്കേണ്ടത്. ഓരോ യൂണിറ്റിലും ഓരോ പോയം നമ്മൾ പഠിക്കേണ്ടത്. അതിലേതെങ്കിലും ഒരു പോയമായിട്ട് അതിന് സിമിലാരിറ്റി ഉണ്ടാവും. ആ ആംഗിളിൽ വെച്ചിട്ട് നമ്മൾ പോയറ്റിനെ കുറിച്ച് ഇങ്ങനെ അസസ് ചെയ്യുക. നമ്മളൊരു ഗസ് വർക്കാണത്. ചിലപ്പോൾ നമുക്ക് അറിയുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ അറിയാത്ത എന്തോ ആയിക്കോട്ടെ, ആ ഒരു തീമിൽ അങ്ങനത്തെ ഒരു ആ പോയം നമ്മുടെ മനസ്സിലുണ്ടാവില്ല. ഓൾറെഡി പഠിച്ച പോയം മനസ്സിലുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് അതിന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ മാനേജ് ചെയ്തിട്ട് അത് എഴുതുക. രണ്ടാമത്തെ പാരഗ്രാഫിൽ കൃത്യമായിട്ട് ഇതിലത്തെ ലൈൻസും ഇതിലെ റൈം സ്കീമും ഫിഗർ ഓഫ് സ്പീച്ച് എന്തൊക്കെയാണോ നീലാഞ്ജനയ്ക്ക് അതിൽ സ്പെസിഫിക് ആയിട്ട് തോന്നുന്നത് അതൊക്കെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നമ്മളൊരു പാരഗ്രാഫ് എഴുതും. അതാണ് സെക്കൻഡ് പാരഗ്രാഫ്. മൂന്നാമത്തെ പാരഗ്രാഫ് നമ്മൾ പഠിച്ച പോയണ്ടല്ലോ, ഓൾറെഡി നമ്മൾ അറിയുന്ന പോയം ഏത് പോയമായിട്ടാണോ കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആ പോയത്തെക്കുറിച്ച് നമ്മളൊരു ചെറിയ പാരഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യും. അതിനുശേഷം ഈ 2 പോയത്തെക്കുറിച്ച് അത് എഴുതി വരുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഐഡിയ വരും, ഇത് എന്തൊക്കെയാണ് ഡിഫറൻസ് എന്തൊക്കെയാണ് അതൊക്കെ പറയും. അപ്പോൾ അതിനെക്കുറിച്ച് 4ാമത്തെ പാരഗ്രാഫ് എഴുതും. പിന്നെ തനിക്ക് അത് വായിക്കുമ്പോൾ എന്തൊക്കെ ഐഡിയകളാണ് മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്തത്, ആ സ്ട്രൈക്ക് ചെയ്ത ഐഡിയകൾ നമ്മൾ കൺക്ലൂഷനിലേക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവും. അതാണ് എൻ്റെ പാറ്റേൺ. 5 പാരഗ്രാഫ് പാറ്റേൺ ആണ് ഒരു അപ്രീഷിയേഷൻ ഉണ്ടാവുക. 8 മാർക്കാണ്. ആദ്യത്തെ പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ എഴുതുന്നു, രണ്ടാമത്തെ നമ്മൾ തന്നിട്ടുള്ള പോയത്തെക്കുറിച്ചിട്ടുള്ള ഒരു എക്സ്ട്രാക്റ്റ് എഴുതും, മൂന്നാമത് പഠിച്ച പോയത്തെക്കുറിച്ച് എക്സ്ട്രാക്റ്റ് എഴുതും, 4ാമത്തെ പാരഗ്രാഫിൽ ഇത് 2 പോയത്തെ നമ്മൾ കമ്പയർ ചെയ്യും, 5ാമത്തേൽ ഇതിനൊക്കെ കൺക്ലൂഡ് ചെയ്തിട്ട് അതിന് ആ കൺക്ലൂഷനിലാണ് നമുക്ക് ഈ പോയറ്റിക് ഡിവൈസസിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ഇതാണ് എൻ്റെ ഒരു പാറ്റേൺ. ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഫസ്റ്റ് യൂണിറ്റ് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്നാണ് ആ യൂണിറ്റിൻ്റെ പേര്. അതിൽ 4 ലെസൺസ് ആണ് നമുക്കുള്ളത്. അത് ഇറ്റ്സ് ടോട്ടലി ഡെഡിക്കേറ്റഡ് ടു വിമൻ എംപവർമെൻറ്റ്. ഈ വിമൻ എംപവർമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കറൻ്റ്ലി അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അത് ഒരു ഡൊമസ്റ്റിക് വയലൻസിൻ്റെ രൂപത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഡൗറി അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് വിമൻ എംപവർമെൻറ്റ്. സ്ത്രീകൾ നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, അതുകൊണ്ട് തന്നെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വരുമ്പോൾ അവർ കുറച്ചും കൂടി പ്രൗഡ് ആവുന്നു, അവർ കുറച്ചും കൂടി നന്നായിട്ട് ലൈഫിനെ അപ്രോച്ച് ചെയ്യാനുള്ളൊരു കഴിവ് അവർക്ക് കിട്ടുന്നു. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് ഫസ്റ്റ് യൂണിറ്റ്. ദ ഫസ്റ്റ് വൺ ഈസ് 3 L's ഓഫ് എംപവർമെൻറ്റ് ബൈ ക്രിസ്റ്റീൻ ലഗാർഡ്. അവർ അതിൽ ഒരു സ്ത്രീക്ക് ആവശ്യം വേണ്ട 3 ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്. ഒരു വലിയ അവരൊരു ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ഒരു ചെയർപേഴ്സൺ ആയിരുന്നു അവർ. അപ്പോൾ അവരതിനെക്കുറിച്ച് പറയണത്, ഒരു സ്ത്രീക്ക് വേണ്ടത് ലേണിംഗ്, ആദ്യം എഡ്യൂക്കേഷൻ വേണം. ആ എഡ്യൂക്കേഷൻ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് എല്ലാവരെയും പോലെ നല്ല അവസരങ്ങൾ കിട്ടും, നല്ല ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ എംപവേർഡ് ആവും. അതാണ് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല സാലറീഡ് ആയിട്ടുള്ളൊരു സ്ത്രീക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്, ഒരു കാര്യമാണ് അവരുടെ കോൺഫിഡൻസ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ആദ്യത്തെ ലെസൺ പറയുന്നത്. രണ്ടാമത്തെ ലെസൺ ഏതാണെന്ന് ഓർമ്മയുണ്ടോ? എനി വുമൺ. അതായത് ഈ പറഞ്ഞ സ്ത്രീയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. അതായത് നമ്മുടെയൊക്കെ വീട്ടിൽ കാണുന്ന ജോലിയില്ലാത്ത സ്നേഹമയിയായിട്ടുള്ള വളരെ കൈൻഡ് ആൻഡ് ലവിങ് ആയിട്ടുള്ളൊരു അമ്മയുടെ പിക്ചറാണ് രണ്ടാമത്തെ പോയമായിട്ടുള്ള ഐറിഷ് പോയറ്റ് കാതറിൻ ടൈനൻ എന്ന് പറയുന്ന ഐറിഷ് പോയറ്റ് എഴുതിയിട്ടുള്ള എനി വുമൺ എന്ന് പറഞ്ഞ പോയം.
നേരത്തെ പറഞ്ഞു ഓരോ യൂണിറ്റിലും നമുക്ക് ഓരോ പോയമുണ്ട്. ആദ്യത്തെ യൂണിറ്റിലെ പോയമാണ് എനി വുമൺ. അപ്പോൾ അതിൽ ആ സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്നേഹമാണ് മക്കളും ഫാമിലി അത് മാത്രമാണ് അവർ ജീവിക്കുന്നത് തന്നെ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു മെസ്സേജാണ് രണ്ടാമത്തെ ലെസണിലൂടെ തരുന്നത്. അപ്പോൾ ഈ 2 ലെസൺസിനെയും അടുത്തടുത്ത് വയ്ക്കുമ്പോൾ ഒരു സ്ത്രീയുടെ മൾട്ടിഫെസറ്റഡ് ആ ഒരു കാര്യം അത് മാനിഫെസ്റ്റ് ചെയ്യാണ്, കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരാനാണ് ഇങ്ങനെ ഈ രണ്ട് കോൺട്രാസ്റ്റിംഗ് ലെസൺസിനെ അഡ്ജസൻ്റ് ആയിട്ട് പൊസിഷൻ ചെയ്തേക്കുന്നത്. മൂന്നാമത്തത് ഏതായിരുന്നു? മാച്ച് ബോക്സ്. അത് ആശാ പൂർണ്ണദേവി, ഒരു ബംഗാളി റൈറ്ററാണ്, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ തന്നെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽ പറയണത് നോമിത എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട് അതിൽ. അത് അവർ ഒട്ടും എഡ്യൂക്കേറ്റഡ് അല്ല, വളരെ പുവർ ഫിനാൻഷ്യലി വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ളൊരു ഫാമിലിയിൽ നിന്നാണ് അവർ വന്നിട്ടുള്ളത്. പക്ഷേ ഷീ ഈസ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. ആ ഒരു ഭംഗി കാരണം മാത്രം വളരെ റിച്ച് ആയിട്ടുള്ളൊരു ഹൗസ് ഹോൾഡിലേക്ക് അവർ മാരി ചെയ്ത് വരികയും അവിടെ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന കുറേ എന്താ പറയുക, നമ്മൾ പറയില്ലേ ഡൊമസ്റ്റിക് വയലൻസ് എന്നൊക്കെ പറയണ പോലെ, വയലൻസ് അല്ലെങ്കിലും അങ്ങനെ അവരോട് ഉള്ളൊരു ഇൽ ട്രീറ്റ്മെൻറ്റ്, അവരെ ഒരുപാട് ഇങ്ങനെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവർ ഫ്ലെയറപ്പ് ആവുന്നു, അവർക്കൊരു ഭയങ്കര ദേഷ്യം വന്നിട്ട് അവരിങ്ങനെ ആകെ ഒരു എന്താ പറയുക ബേസ്റ്റ് ഔട്ട് ഉണ്ടാവുകയാണ്. അവർ എന്നിട്ട് അവരുടെ സാരി കത്തിച്ച് ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് ഒക്കെ നടത്തുന്നു. അപ്പോൾ അതാണ് മൂന്നാമത്തെ ഒരു സ്ത്രീ. നാലാമത്തെ എന്ന് പറയുന്നത് ഹൊറിഗല്ലു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുക അത്താണി എന്നാണ് പറയുക. അതൊരു കോൺഫിഡൻ്റ് ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങളുണ്ടെങ്കിൽ ആരോടെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വെയിറ്റ് കുറയും, കുറച്ചും കൂടി നമുക്ക് ഈസ് ഔട്ട് ചെയ്യാൻ പറ്റും, റിലാക്സ് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുന്ന മറ്റൊരു സ്ത്രീ. അതിൽ 2 ഹ്യൂമൻ ഹൊറിഗല്ലൂസ് ഉണ്ട് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട. ഒരെണ്ണം ഒരു രത്ന എന്നൊരു സ്ത്രീ ഉണ്ട്, അവിടെയും ഒരു സ്ത്രീ കഥാപാത്രമുണ്ട്. അപ്പോൾ അവരെ കുറിച്ചിട്ടുള്ള സുധാമൂർത്തി, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ലേഡിയാണ് സുധാമൂർത്തി. അപ്പോൾ അവരുടെ ഒരു വളരെ എന്താ പറയുക ഓട്ടോബയോഗ്രഫിക്കൽ എലിമെൻറ്റ്സ് ഉള്ള അനക്ഡോട്ടാണത്. നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ കഥാരൂപത്തിൽ ഒരു നെറേറ്റീവിൻ്റെ രൂപത്തിൽ എഴുതുമ്പോഴാണ് ഇത് അനക്ഡോട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അനക്ഡോട്ടാണ് ആദ്യത്തെ യൂണിറ്റിൽ. ഈ 4 ലെസൺസാണ് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. രണ്ടാമത്തെ യൂണിറ്റ് ഹൈറ്റ്സ് ഓഫ് ഹാർമണി. ഏതൊക്കെയാണ് പാഠങ്ങളെന്ന് ഓർമ്മ ഉണ്ടോ? മെൻഡിങ് വാൾ. അതായത് വളരെ നല്ലൊരു പോയമാണത്. ഞാൻ പെട്ടെന്ന് പറയുമ്പോഴാണ്, റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ പോയറ്റായ വളരെ ഭംഗിയായിട്ട്, അതായത് റിലിജനും നമ്മുടെ ഇൻ്റലക്റ്റും തമ്മിലൊരു കോൺഫ്ലിക്റ്റിനെ കുറിച്ച് നല്ല ബ്യൂട്ടിഫുള്ളി റിട്ടൺ കമ്പോസ്ഡ് പോയമാണ് ഈ മെൻഡിങ് വാൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത് അമിഗോ ബ്രദേഴ്സാണ്. അത് 2 പോർട്ടോറിക്കൻ ഒരു ടീനേജേഴ്സ് തമ്മിലുള്ള അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ്. ഫ്രണ്ട്ഷിപ്പാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് ഇക്കാലത്ത് നിന്നാണ്. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും കൂട്ടുകാരൊപ്പം ഉണ്ടാവും. അങ്ങനെ കാണിക്കുന്ന ഫ്രണ്ട്ഷിപ്പിനെ അത്രയധികം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ലെസനാണ്. അതിന് വരാൻ പോകുന്നൊരു ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞത് അനൗൺസ്മെൻ്റ് ആണ് വരാറ്. മൂന്നാമത്തെ ലെസൺ ദി അവർ ഓഫ് ട്രൂത്ത്. അതിലെ ഒരു ക്യാരക്ടർ ഒരു ഡൈഡാക്റ്റിക് ആയിട്ടുള്ള 1 ആക്ട് പ്ലേ ആണത്. 1 ആക്ട് പ്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുണ്ടാവും, ഒരൊറ്റ സെറ്റിങ്ങേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ റോബർട്ട് ബോൾവിൻ ആണ് അതിലെ പ്രൊട്ടാഗണിസ്റ്റ്. അദ്ദേഹമാണ് സെൻട്രൽ ക്യാരക്ടർ. അദ്ദേഹത്തിൻ്റെ ലിവിങ് റൂമിൽ വെച്ചിട്ടാണ് ഈ നാടകം മുഴുവൻ നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലിവിങ് റൂമിലാണ്. അപ്പോൾ അതിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാരക്ടർ സ്കെച്ചാണ്, റോബർട്ട് ബോൾവിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. ഇപ്പോൾ ഈ 3 ലെസൺസാണ് രണ്ടാമത്തേൽ വരുന്നത്. ഇനി മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ചാലഞ്ചസ് ഓഫ് ലൈഫ്. അതിലേതൊക്കെയാണ് വരുന്നത്? ഇർഫാൻ ആലം ഓൺട്രപ്രന്യൂർഷിപ്പിനെ കുറിച്ചിട്ടുള്ളതാണ്. 3 വീൽ റെവല്യൂഷൻ. അതായത് നമ്മുടെ റിക്ഷേനെ മോഡിഫൈ ചെയ്തിട്ട് സോളാർ പാനലിംഗ് ഒക്കെ കൊടുത്ത് കുറേയും കൂടിയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ ഉള്ള ഒരു ഇന്ത്യൻ ഐക്കൺ ആയിട്ടുള്ള ഇർഫാൻ ആലം എന്ന ഒരു ഓൺട്രപ്രനിയറിൻ്റെ ഇൻ്റർവ്യൂ ആണ് മൂന്നാമത്തെ യൂണിറ്റിൽ വരുന്നത്. ആദ്യത്തേതാണ്. രണ്ടാമത്തെ ദീദി എന്ന് പറയുന്ന ഷഹീൻ മിസ്ട്രി. അവരെ ദീദി എന്ന് വിളിക്കുന്നതാണ്. അവരൊരു ചാരിറ്റി പർപ്പസിന് വേണ്ടി സ്വന്തം ലൈഫ് വളരെ റിച്ച് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നൊരു സ്ത്രീയാണ്, ഇന്ത്യൻ വുമൻ. അവർക്ക് ഒരുപാട് അപ്ബ്രിങ്ങിങ് പുറം രാജ്യങ്ങളിലായിരുന്നു. പക്ഷെ അവർക്ക് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് അവർ ഇന്ത്യയിൽ സ്റ്റേ ചെയ്യും. ഇവിടുത്തെ ഇപ്പോഴും അവരൊരു ആകാംക്ഷ എന്നുള്ള NGO ഉണ്ട് അവരിപ്പോഴും അത് ഈ സ്ലം കിഡ്സിനെ അല്ലെങ്കിൽ ഫിനാൻഷ്യലി സോഷ്യലി ഒക്കെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ഇതാണ്. ആകാംക്ഷ എന്നുകൊണ്ടൊരു ഓർഗനൈസേഷൻ അവർക്കുണ്ട്. അതിനെക്കുറിച്ചുള്ള 2 പേരും ഓൺട്രപ്രനിയേഴ്സാണ്. ഇർഫാൻ ആലം ഒരു ശരിക്കുള്ള ഓൺട്രപ്രനിയർ ബിസിനസ് മാനാണ്. മറ്റേത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കൂടുതലുള്ള കുട്ടികളുടെ
ഇങ്ങനെ ആവശ്യമുള്ള നീഡി ആയിട്ടുള്ള കുട്ടികളെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കണം എന്ന ആഗ്രഹമുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ലേഡീനെ കുറിച്ചിട്ടുള്ളതാണ് രണ്ടാമത്തെ ലെസൺ. മൂന്നാമത്തെ ലെസനാണ് സ്റ്റാമർ. നേരത്തെ പറഞ്ഞു സ്റ്റാമർ എന്ന് പറയുന്നത് നമ്മുടെ സച്ചിദാനന്ദൻ, മലയാളി റൈറ്ററായിട്ടുള്ള മലയാളി പോയറ്റാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ യൂട്യൂബിലും എപ്പോഴും ഒരു ലൈവ്ലി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അദ്ദേഹം ഒരു എത്തീസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിലീജിയസ് കോൺസെപ്റ്റ്സിനെ കുറിച്ചിട്ടും വളരെ വ്യക്തമായിട്ട് അദ്ദേഹം വിക്ക് എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലാണ് കവിത ആദ്യം കമ്പോസ് ചെയ്തത്. പിന്നെ അദ്ദേഹം തന്നെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് സ്റ്റാമർ എന്ന് എഴുതിയിട്ട് അദ്ദേഹം തന്നെ അത് ഇട്ടേക്കാണ്. അതാണ് നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കാനുള്ള മൂന്നാമത്തെ ഈ യൂണിറ്റിലെ പോയം, അതാണ് സ്റ്റാമർ. നാലാമത്തെ യൂണിറ്റാണ് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള യൂണിറ്റ്. 30 മാർക്കാണ് അവർ പറയണത്. അപ്പം അതിലാണ് എന്തൊക്കെ ലെസൺസാണ്. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്, വങ്കാരി മാത എന്ന് പറഞ്ഞിട്ടൊരു കെനിയൻ നൊബേൽ ലോറിയറ്റ് അവരുടെ നൊബേൽ പ്രൈസ് അക്സെപ്റ്റൻസ് സ്പീച്ചാണത്. അപ്പോൾ അത് വരാവുന്ന ചോദ്യം എന്ന് പറയുന്നത് സ്പീച്ചാണ്. പിന്നെയുള്ളത് റൈസും നേരത്തെ പറഞ്ഞ പോലെ ഒരു മലയാളി പോയറ്റ് തന്നെയാണ് എഴുതിയത്. അദ്ദേഹം ഇപ്പം ഇല്ല, ചെമ്മനം ചാക്കോ എന്ന് പറഞ്ഞാൽ കുറച്ച് പഴയ കാലത്തുണ്ടായിരുന്നൊരു പോയറ്റാണ് അത് എഴുതിയിട്ടുള്ളത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വേറൊരു മലയാളിയായിട്ടുള്ള ഡോക്ടർ അയ്യപ്പ പണിക്കർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോയം. അപ്പോൾ ഈ 2 പോയം റെലവൻ്റ് ആണ്. നമുക്ക് മലയാളികളായ സ്ഥിതിക്ക് ഈ 2 പോയം കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. സ്റ്റാമർ എന്ന് പറഞ്ഞ പോയത്തിൽ നിന്ന് എപ്പോഴും ലൈൻസ് ചോദിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഇലാബറേഷൻ ചോദിക്കാറുണ്ട്. ഓർമ്മയുണ്ടോ ലൈൻസ് ഏതൊക്കെയാണ്? സ്റ്റാമർ ഒരു ഭാഷയാണോ അതോ? അപ്പോൾ അത് എപ്പോഴും അതിന് ചോദിക്കുന്ന ഒരു ലെസനാണ്. സ്റ്റാമറിന് ചോദിക്കാറുണ്ട്, ഇലാബറേഷൻ വരാറുണ്ട്. പിന്നെ അവസാനമായിട്ട് ഈ 4 യൂണിറ്റ്സും വളരെ സീരിയസ് ആയിട്ട് നമ്മൾ മൂന്നാമത്തെ ഒരു പോയം ഉണ്ട്, ഒരു ലെസനും കൂടി ഉണ്ട് അതിൽ, ഡ്രഗ് അബ്യൂസ്. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോഴത്തെ ഈ ഒരു യങ്സ്റ്റേഴ്സിനെ ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഡ്രഗ്സൊക്കെ. വളരെയധികം എന്താ പറയുക, ക്രിമിനൽ അല്ലെങ്കിൽ ക്രൈംസൊക്കെ ചെയ്യാൻ മനുഷ്യനെ അവരൊരു ചേഞ്ച് മെൻറ്റാലിറ്റിയിലും അവരുടെ മൈൻഡ് സെറ്റിലൊക്കെ ചേഞ്ച് വരുത്തുന്ന ഒരു ഡ്രഗ്സിൻ്റെ എന്താ പറയുക ഓവർഡോസൊക്കെ ഉണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന കുറേ ചേഞ്ചസിനെ കുറിച്ച്, ഫിസിക്കൽ, മെൻ്റൽ, ഇൻ്റലക്ച്വൽ ചേഞ്ചസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നൊരു എസ്സേ ആണ് ഈ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന ഈ ലെസണിൽ വരുന്നത്. പിന്നെ അവസാനത്തെ യൂണിറ്റ് ദ ലൈറ്റർ സൈഡ്, അതായത് വളരെ കോമിക്കായിട്ട് ഹ്യൂമറസ് ആയിട്ടുള്ള 3 ലെസൺസാണ്. അതിലും ഒരു പോയം വരുന്നുണ്ട്, ഇറ്റ്സ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന് പറയുന്നൊരു പോയം. അതിലെന്താ അതിൻ്റെ ഇതെന്താണ് ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് ആളുടെ മനസ്സിൽ കൂടെ ഒക്കെ പോകുന്ന കുറച്ച് തോട്ടുകളും നമ്മളെല്ലാവരുടെയും മനസ്സിൽ കൂടെ പോകുന്ന കുറച്ച് തോട്ടുകളും എല്ലാം ആയിട്ടുള്ള ഒരു ഫണ്ണി പോയം. ഒരു വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള, അതായത് ഒരു ഡെന്റിസ്റ്റിൻ്റെ മുന്നിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആൾ അണ്ടർഗോ ചെയ്യുന്ന ഒരുപാട് ഇമോഷൻസ്. പിന്നെ ഒന്ന് വരുന്നത് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു 1 ആക്ട് പ്ലേ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു 1 ആക്ട് പ്ലേ, 2 1 ആക്ട് പ്ലേസ് ആണ് നമുക്കുള്ളത്. ഇത് വളരെ ലൈറ്ററായിട്ട് വളരെ ഹ്യൂമറസ് ആയിട്ടൊരു പോയം, ഒരു പോസ്റ്റ് ഓഫീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 1 ആക്ട് പ്ലേ. അവസാനമായിട്ട് നമുക്കുള്ളത് ഒരു ഹ്യൂമറസ് ആയിട്ടുള്ളൊരു ഷോർട്ട് സ്റ്റോറിയാണ് ബൈ R.K. നാരായൺ, ഇന്ത്യൻ റൈറ്റർ തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മുടെ ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ടീച്ചേഴ്സിൻ്റെ അവസ്ഥയും സ്റ്റുഡൻസിൻ്റെ ഞങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡും അത് അങ്ങനെ വളരെ ബ്യൂട്ടിഫുള്ളി കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി. അത് നല്ല രസമായിട്ട് നമുക്ക് വായിച്ചിരിക്കാം. ഇത്രയൊക്കെയാണ് നമ്മുടെ പോർഷൻസ് വരുന്നത്. 16 ലെസൺസിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഹയർ സെക്കൻഡറി പോർഷൻസ്. അപ്പോൾ ഇനി വരുന്ന ഈ പരീക്ഷയ്ക്ക്, മാർച്ചിൽ നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നീലാഞ്ജനയ്ക്കും അതുപോലെ നമ്മുടെ പ്രേക്ഷകർക്കും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് പരീക്ഷയ്ക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എഴുതുക. ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ഒരേ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതുള്ളൂ. കുറേ പേർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് അവർ പറയാറുണ്ട്. പക്ഷേ എനി ലാംഗ്വേജ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഈസ് ജസ്റ്റ് എ ലാംഗ്വേജ്. കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവണമെങ്കിൽ നല്ല വൊക്കാബുലറി ഉപയോഗിക്കണം, നല്ല സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ഉണ്ടാവണം, വളരെ ഇഫക്റ്റീവായിട്ട് നമ്മുടെ തോട്ട്സും നമ്മുടെ ഐഡിയാസൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയം, അത്ര മാത്രമാണ് ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പലപ്പോഴും ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് പൊതുവെ ഒരു ധാരണയുണ്ട് അത് വളരെ ഡിഫിക്കൽട്ടാണ്. അങ്ങനെയില്ല, വളരെ കാഷ്വലായിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ ഇത്രയും പോപ്പുലറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ വരുന്ന പരീക്ഷ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നീലാഞ്ജനിക്കും അങ്ങനെ തന്നെ. എൻ്റെ എല്ലാ ഡൗട്ടും പിന്നെ എന്നെ എത്ര നേരം സഹിച്ചതിനും എല്ലാത്തിനുമായിട്ട് ടീച്ചർക്കൊരു ബിഗ് താങ്ക് യു. പിന്നെ ഇത്ര കാലം ക്ലാസ്സിൽ
എല്ലാം നല്ല എഫക്റ്റീവായി പഠിപ്പിച്ചു തന്നതിനും എല്ലാത്തിനും ഒരു ബിഗ് താങ്ക് യു എല്ലാം പറയുന്നു. വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.